നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ മോറസ് ദീർഘകാലമായി മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ്. പക്ഷേ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം സിറ്റി വിടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറുമായി അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ താരം എത്തുകയും ചെയ്തിരുന്നു. അതായത് അൽ നസറിനോട് എഡേഴ്സൺ ഓക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുമായി കരാറിൽ എത്താൻ അൽ നസറിന് സാധിച്ചിരുന്നില്ല. അതായത് 30 മില്യൺ യൂറോയായിരുന്നു അൽ നസർ താരത്തിന് വേണ്ടി ഓഫർ ചെയ്തിരുന്നത്. എന്നാൽ സിറ്റി ഇത് അംഗീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, 60 മില്യൺ യൂറോ തങ്ങൾക്ക് ലഭിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു. 40 മില്യണിലേക്ക് വരെ അൽ നസർ എത്തിയെങ്കിലും സിറ്റി വഴങ്ങിയില്ല. ഇതോടുകൂടി അൽ നസർ ഇതിൽ നിന്നും പിൻവാങ്ങി. മാത്രമല്ല, ഒരു ഗോൾ കീപ്പറെ പുതിയതായി കൊണ്ട് അവർ സൈൻ ചെയ്യുകയും ചെയ്തു. അതായത് മറ്റൊരു ബ്രസീലിയൻ ഗോൾ കീപ്പറായ ബെൻഡോയെയാണ് ബ്രസീലിയൻ ക്ലബ്ബായ അത്ലറ്റിക്കോ പാരനൈൻസിൽ നിന്നും അൽ നസർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇന്നലെ അവർ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തനിക്ക് അൽ നസറിലേക്ക് പോകാൻ കഴിയാത്തതിലുള്ള ഒരു ദുഃഖം എഡേഴ്സൺ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി അതിൽ നിന്നും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സൂര്യൻ വന്ന് ഒരു ഹായ് പറഞ്ഞിട്ട് ഗുഡ് ബൈ ചൊല്ലിപ്പോയി എന്നാണ് തന്റെ ഒരു ചിത്രത്തിന് ക്യാപ്ഷൻ ആയിക്കൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അൽ നസറിന്റെ ഡീൽ നടക്കാതെ പോയതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി ഇക്കാര്യത്തിൽ ചെയ്തത് ഒരു മണ്ടത്തരമാണ് എന്നുള്ള ഒരു വിശകലനം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് 40 മില്യൺ യൂറോക്ക് എഡേഴ്സനെ വിട്ടു നൽകി പകരം ബെൻഡോയെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അത് നന്നായിരുന്നേനെ എന്നാണ് ചില ആരാധകരുടെ ഒരു അഭിപ്രായം വരുന്നത്. സമീപകാലത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടുള്ള ബ്രസീലിയൻ ഗോൾ കീപ്പറാണ് ബെൻഡോ. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ഭാവി ഗോൾ കീപ്പർ ആയിക്കൊണ്ടാണ് പലരും ഇപ്പോൾ ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.